പ്രിൻസിപ്പൽ ഇന്നൊരു മീഡിയയ്ക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ഒന്നാമത്തെ കാര്യം അവൻ ഫോൺ അവിടെ വെച്ചിട്ട് പോയി എന്ന് പറയുന്നുണ്ട്. ഒരിക്കലും ഫോൺ അവൻ അവിടെ വെച്ചിട്ട് ഒരു സ്റ്റുഡൻസും വെച്ചിട്ട് പോകില്ല. ഫോണ് അവർ പിടിച്ചു വാങ്ങിച്ച് വെച്ചതായിരിക്കും. അതിനകത്ത് എന്തൊക്കെ നടന്നിട്ടുണ്ടായിരുന്നെന്നോ ആരൊക്കെ ഉണ്ടായിരുന്നെന്നോ ഇവരെന്ത് സംസാരിച്ചെന്നോ ഉള്ള ഒരു ഡീറ്റെയിൽസ് അവർ പറഞ്ഞിട്ടില്ല. പോരാത്തതിന് അവ അവിടെ നിന്ന് ചാടിയ പൊക്കം ഇപ്പോൾ കണ്ട വീഡിയോസിലൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് ചാടിയത് എത്രത്തോളം ദൂരത്തിൽ അവിടെ നിന്ന് വീണ് കഴിഞ്ഞാൽ വീണതൊരു കെട്ടുകല്ലിൻ്റെയൊക്കെ പുറത്താണ്. അവിടെ ബ്ലഡിൻ്റെ ഒരു സാമ്പിളോ ഒന്നുമില്ല. അതുപോലെ അവരെ കൊണ്ടുപോയി കൊടുത്ത ട്രീറ്റ്മെൻറ്റ് എന്താണ്? മെഡിക്കൽ കോളേജിൽ 2 മണിക്കൂറോളം ഇട്ടിരുന്നെന്ന് പറയുന്നത്. എന്നിട്ട് ബ്ലഡ് ഗ്രൂപ്പ് അറിയാൻ വയ്യാതെ ഒരു മെഡിക്കൽ കോളേജിൽ ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് അറിയാൻ എത്ര സമയം വേണം? എന്നിട്ട് 5 പാക്കറ്റ് ബ്ലഡ് അടിച്ച് അവൻ എന്ത് ട്രീറ്റ്മെൻറ്റ് അവർ കൊടുത്തു, ഫസ്റ്റ് എയ്ഡായിട്ട് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു എന്ന് ഞങ്ങൾക്ക് അറിയണം. കാലിലൊരു ഫ്രാക്ചർ കണ്ടു നിന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. കുട്ടികൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി കാലിലൊരു ഫ്രാക്ചറേ ഉണ്ടായിരുന്നുള്ളൂ, അവന് വേറെ മറ്റു വലിയ ഇതായിട്ട് നമുക്ക് തോന്നിയില്ല എന്ന് പറഞ്ഞ്. അതൊന്നും അവർ ഒരു ക്ലാരിഫിക്കേഷനും തന്നിട്ടില്ല. അവൻ്റെ പൊട്ടിയൊരു കണ്ണാടി അവിടുത്തെ ഒരു വരാന്തയിൽ വെച്ചേക്കുന്ന ഒരു ഫോട്ടോ സഹിതം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതൊന്നും അവർ ടച്ച് ചെയ്തിട്ടില്ല. അവരൊന്നും അതിനെക്കുറിച്ച് പറഞ്ഞു. പ്രിൻസിപ്പൾ വീട്ടിൽ വിളിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിൻസിപ്പൾ വീട്ടിൽ വിളിക്കാൻ ശ്രമിച്ചു, ഫോൺ സ്വിച്ച് ഓഫ്. അത് വെച്ച് അവരങ്ങ് കാര്യം കഴിച്ച് അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. എങ്കിൽ പിന്നെ അവൻ അടുത്ത് നിന്ന് അവൻ്റെ കോളേജിനകത്ത് അവർ വിളിച്ച് സംസാരിപ്പിക്കുന്നുണ്ടല്ലോ. അടുത്ത് നിന്ന് അവൻ്റെ അടുത്ത് പറയാമല്ല, നിൻ്റെ വീട്ടിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ പറ്റണ ഏതെങ്കിലും ഒരു നമ്പറിൽ വിളിച്ചിട്ട് ഞങ്ങൾക്ക് താ എന്നവർക്ക് പറയാമായിരുന്നു. പക്ഷെ അവരതൊന്നും പറഞ്ഞിട്ടില്ല. അവരതൊന്നും പറയാണ്ട് അവർ പറയണേ ഞങ്ങൾ പാരൻസിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, ഫോൺ സ്വിച്ച് ഓഫ്. അപ്പോൾ കുറേ ദിവസം ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അവരങ്ങനെ തന്നെ വെച്ചേക്കുക കാര്യം. അത് അവർ നമുക്ക് മെയിൽ അയച്ചിട്ട് ഇങ്ങനെ അറിയിക്കും ഇത്രയൊരു ഇൻസിഡൻറ്റ് അവിടെ ഉണ്ടായെന്ന്. അതൊന്നും അല്ല ചെയ്ത്. അതിനകത്ത് എന്തോ ഒരു വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിന് ടീച്ചറിന് വേണ്ടിയിട്ടൊന്നും ടീച്ചറിനോടുള്ള സിമ്പതി കാരണം ടീച്ചറിന് ഇങ്ങനെ വന്നു പോയല്ലോ എന്ന് പറഞ്ഞ് അവ ആത്മഹത്യ ചെയ്യൂല. കാരണം അവനറിയാം, അവൻ്റെ വീട്ടുകാർക്ക് അറിയാമെന്നുള്ള കാര്യമാണ്. അതിനകത്ത് വെച്ച് അവനെ നല്ല രീതിക്ക് അവർ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. അവിടെ എന്ത് സംസാരിച്ചെന്നോ ഒന്നും പ്രിൻസിപ്പൾ അതിലൊന്നും പറയില്ല. പെട്ടെന്ന് പുള്ളി അങ്ങ് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തത്.